തരണേ. അയ്യോ, രണ്ട് കണ്ണും കാണാത്തവനാണേ, വല്ലത് ഇട്ടേച്ച് പോണേ. രണ്ട് കണ്ണും കാണാത്തവനാണേ, ജോലി ചെയ്ത് ജീവിക്കാൻ രക്ഷയില്ലാത്തവനാണേ. എന്തെങ്കിലും തരണേ. അയ്യോ, എന്റെ ഈ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. കണ്ണും കാണാൻ വയ്യാത്തവനാണേ. കണ്ണുറക്കടോ. അയ്യോ മുതലാളിയോ? ആ എന്താണോ കളക്ഷൻ കുറവ്? ഇരുന്ന് വിളിയടോ. വിളിക്കാം മുതലാളി. രണ്ട് കണ്ണും കാണാൻ വയ്യാന്ന് വിളി. കാണാൻ വയ്യേ. രണ്ട് കണ്ണും കാണാൻ വയ്യാന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യേ. തന്നെ ഡിസ്മിസ് ചെയ്തളായി. അയ്യോ, തളർന്നു പോയ കാലാണ്, വല്ലതും തരണേ. അയ്യോ, തളർവാദം പിടിച്ച കാലാണ്. എന്തെങ്കിലും കൊടുക്ക് ചേച്ചി. പെങ്ങളെ. അയ്യോ, ഞൊണ്ടിയാണ് പെങ്ങളെ. അയ്യോ, അച്ഛനമ്മമാരെ. അച്ഛനില്ലല്ലേ, പോട്ടെ. അയ്യോ, തളർന്നു പോയ കാലാണേ, വല്ലതും തരണേ. അയ്യോ, തളർവാദം പിടിച്ച കാലാണ്. മുതലാളി കൊണ്ടിയാണോ പറഞ്ഞ എഴുതാക്കാൻ ആളുകൾ തല്ലി കൊല്ലും. എങ്ങനെയുണ്ടോ ഇന്നത്തെ വരുമാനം? ഓ, തരക്കേടില്ല മുതലാളി. ആ, വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലാളി. ഓ, നിങ്ങൾ 10-15 ഉലുവാ തരും, കിട്ടുന്നത് പാതി താൻ വെട്ടിക്കും. പിന്നെ എങ്ങനെയാണോ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നത്? ഡോ, ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം, തെണ്ടിത്തരം കാണിക്കരുത്. താൻ എന്നെ നോക്ക്, സത്യസന്ധമായിട്ട് തെണ്ടിയതുകൊണ്ടാ ഞാൻ ഇന്ന് നിലയിലെത്തിയത്. മനസ്സിലായോ? കളക്ഷൻ എടു. ആ, എന്താ വാടോ തുണിയുടെ അടിയില്? അയ്യോ മുതലാളി, ഞാൻ മറന്നു പോയതാ. വേല ഇറക്കരുത്, താൻ ഒരു പരമ തെണ്ടിയാണല്ലോ. അയ്യോ, കാലില്ലാത്തവനാണ്. രോഗി എഴുന്നേക്കടോ. ചാടലടാ, കാലിലെ കെട്ടൂരിപ്പോവും. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുതലാളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്ക നിലവിളിക്കണവടാ. നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ? നല്ലപോലെ വിളിക്ക്. വിളിക്കാം മുതലാളി. ആ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിള് വാങ്ങിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. ആ, നില മാറുന്ന അനുസരിച്ച് തെണ്ടണം. തെണ്ടിക്കോളാം മുതലാളി. അയ്യോ, കണ്ണ് കാണാൻ വയ്യേ. കണ്ണല്ലടാ കാല്. അതെ, കാല് വയ്യാത്തവനാണ്. അയ്യോ, എന്റെ കാലും പോയേ. ഉരുടനാണേ, വല്ലതും തരണേ. ഉരുടനാണേ, വല്ലതും തരണേ. കണ്ണു തുറക്കടാ, ഇത് ഞാനാ മുതലാളി. അയ്യോ മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ? ഇത്രേ ഉള്ളു? ഇത്രേ കിട്ടിയുള്ളൂ മുതലാളി. ഇത്രേ കിട്ടിയുള്ളൂ? നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ എനക്കെന്നെ അറിയാമല്ലോ, എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി. എന്നെ അല്ലടാ, കണ്ണു കാണാൻ വയ്യാന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്തവനാണ്, വല്ലതും തരണേ. അയ്യോ, കളക്ഷൻ ഇട. എന്താടോ 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താ എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ, ഞാൻ ചെയ്തോളാം. എനിക്ക് നല്ല സുന്ദരമായിട്ട് തണ്ടാ അറിയാം. വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ, നടന്നു വരുമ്പോഴും സൈക്കിളിൽ വരുമ്പോഴും സ്കൂട്ടറിൽ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടി ആക്കരുത്. നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാം. വിളിക്കടോ, കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. ഇടാ മുതലാളി. അയ്യോ, കാറപകടത്തിലൊടിഞ്ഞ കയ്യാണ്. കൈയുള്ളവരെ ഈ കൈയില്ലാത്തവരുടെ അയ്യോ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാ. എത്ര കണ്ടാലും മതിയാവില്ല. പറഞ്ഞില്ലല്ലോ മുതലാളി. ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് തണ്ടാൻ? മുതലാളി, രണ്ടുപേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടും. ആഹാ, എടോ, തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതലൊന്നും എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടുമെന്ന് എനിക്കറിയാം. തന്നെ പഠിപ്പിക്കരുത്. ഡേ, നീ ആശുപത്രിക്ക് പോ, കളക്ഷൻ ഇട്. ആ, വയ്ക്കോ. നിന്റെ കളക്ഷൻ എവിടെ? കാല് മാറ്റടേ. ഫിൽറ്റർ വിൽസ്. എടോ, 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ. 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ്. ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അയ്യോ, കാലയേട്ടാ, ഒടിഞ്ഞ കാലത്തെ നാട്ടരെ വല്ലതും തരണേ. ഓ, ഒടിഞ്ഞ കാലാണ്, വല്ലതും തരണട്ടോ നാട്ടരെ. ഒടിഞ്ഞ കാലം നാട്ടരെ, വല്ലതും തരണേ. ഈ കാല് വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല.
കളക്ഷൻ എടുക്കണേ. 21 രൂപയോ? ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലോ. ദിവസവും ഇങ്ങനെ 20-30 തന്നാൽ എങ്ങനാ? കാറിന് പെട്രോൾ അടിക്കണ്ടേ? ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ. ഇവിടെ നൂറ്റുകണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത്. BA-യും MA-യും വരെ പഠിച്ചവർ. അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തെണ്ടി തരികെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിയിരുന്നു മുതലാളി. മിസ്റ്റർ രാജൻ, യവനെ ഇവിടെ വേണ്ട. യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം. ബസ് സ്റ്റാൻഡിലുള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ, സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട്, എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലേ യവന്മാരൊക്കെ പഠിക്കൂ. കമാ. മിസ്റ്റർ രാജൻ സർ, ആ BA-ക്കാർ രണ്ടുപേരും വന്നിട്ടില്ലേ? അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കൂ. യെസ് സർ. കയറൂ. ഇത് ശങ്കന്റേത്. കൊള്ളാം. ഇത് നാണുന്റേത്. ഇതെന്താ 32 രൂപയായി പോയത്? ഉത്സവ സ്ഥലത്ത് നിന്നാലും അവന് ഇത്രേ കിട്ടുള്ളോ? അവിടെ വേറെയും തെണ്ടികൾ ഉണ്ടായിരുന്നു സാർ. ഞാൻ പോയി നോക്കിയതാ. അതാരാ പുതിയ തെണ്ടികൾ? ഞാനറിയാത്ത തെണ്ടികളോ? എടോ, അത് ഉത്സവ കമ്മിറ്റിക്കാരാ. എനിക്ക് തെറ്റിപ്പോയതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കാശൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി ഇടണം. ആ പാസ്ബുക്ക് വരവ് വയ്ക്കാൻ മറക്കരുത്. എന്തൊരു ചൂട്! ഈ AC-ക്ക് തീരെ തണുപ്പ് പോരാ. നാളെ പുതിയ ഒരെണ്ണം ഇവിടെ ഫിറ്റ് ചെയ്യണം. യെസ് സർ. മിസ്റ്റർ അറുമുഖം സാർ, കോട്ടയത്തു നിന്ന് എറണാകുളത്ത് ഡ്രാഫ്റ്റ് വന്നോ? വന്നു സർ. എത്രയുണ്ട്? 500-300. 500-300? അതെ സർ. എറണാകുളത്തേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം. 50 പേരെ ഇവിടെ തെണ്ടിയിട്ട് എന്താ കളക്ഷൻ കുറവ്? ഒന്ന് പോയി നോക്കണമല്ലോ. അറുമുഖം പൊയ്ക്കോളൂ. പിന്നെ പത്തനംതിട്ട ജില്ലയാക്കാൻ പോവാണ്. കോട്ടയത്ത് നിന്നും 25 നല്ല തെണ്ടികളെ അങ്ങോട്ട് അയക്കണം. മറക്കരുത്. സൂപ്പർവിഷന് ഞാൻ ശാന്തനെ അയക്കാം. ലതേ, അരമണിക്കൂർ കഴിഞ്ഞല്ലോ ഒരു കപ്പ് കാപ്പിക്ക് പറഞ്ഞിട്ട്. ലതേ, എന്താണ് നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്താണ് ലതേ, നിനക്ക് എന്ത് പറ്റി ലതേ? ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വേണ്ട ചേട്ടാ, ഡോക്ടറെ വിളിക്കണ്ട. അതെന്താ? വിളിച്ചാൽ വിളിച്ചാൽ എന്താ പറയൂ? ഞാനെല്ലാം പറയാൻ ചേട്ടാ.